ഞാനിപ്പോ ഈ അടുത്ത് ഫാൻബി എന്ന ഒരു ചാനലിനെ കുറിച്ചിട്ട് അതിലെ ഖദീജ മിസ്സിംഗ് ആയത് മിസ്സിംഗ് അല്ല, ജസ്റ്റ് ഒരു വേറൊരു റിലേഷൻ ഉണ്ടായി അവർ പോയി എന്നുള്ള ഒരു അതിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് സംസാരിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ പതിയെ പോയിട്ടുള്ളൂ, എന്നെ അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല എന്നെ. പക്ഷെ ഇപ്പൊ നല്ല നല്ല കമന്റ് അതിന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അത് കയറി പോകുന്നുമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ കണ്ടവരുണ്ടാവും, കാണാത്തവരും ഉണ്ടാവും. അപ്പൊ അതില് വിഷയം ഞാൻ പറഞ്ഞിരുന്നത്, ആ ചെറിയൊരു കുട്ടീനെ ഇട്ടിട്ട് ആ സ്ത്രീ ഖദീജ എന്ന് പറയുന്ന അവര് പോയതിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അതില് ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അല്ലാതെ അവര് പോയത് അവരെ ഇഷ്ടം. പോയാലും പോയില്ലെങ്കിലും അവരും ജയിക്കും, ഇവരും ജയിക്കും. അതൊന്നൊരു വിഷയമല്ല. അതൊന്നും ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ട് തിരുത്താനോ അല്ല വിളിച്ചുകൊണ്ടുവരാനോ ഒന്നും പറ്റില്ല. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ചിട്ടിരുന്നു. പക്ഷെ അത് എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. എങ്കിലും ചില ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടായിട്ട് തന്നെയാണ് വീഡിയോ കമന്റ് ഇട്ടിരുന്നത്. കുറച്ച് പേരൊക്കെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ അരിഫതാത്ത ആദ്യത്തെ കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെയാണ് ഒരു കാര്യം എന്നൊക്കെ. അപ്പൊ അതില് കുറച്ച് മെസ്സേജുകളൊക്കെ വായിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പൊ ഈ ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം. ആബിദ സിപ്പി ആണ് ഇതിന്റെ ID വന്നിട്ടുള്ളത്. ഒറിജിനൽ ആണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോ ആള് കമന്റ് ഇട്ടിട്ടുള്ളത്, കല്യാണത്തിന്റെ മുന്നേ ഉള്ളതാണ് അവളുടെ ഈ ബന്ധം, അതായത് ഇപ്പൊ പോയിട്ടുള്ള ബന്ധം. അവളുടെ ഉപ്പാടെ നിർബന്ധത്തിനാണ് ജാഫറിനെ കെട്ടിയത്. അവൾക്ക് അവനോട് വലിയ അടുപ്പമില്ല, എങ്ങനെയോ ഒരു കുട്ടി ആയി എന്നാണ് പറയുന്നത്. പിന്നെ എനിക്ക് പിന്നെയും ഒരു കമന്റ് ആളെന്നെ ഇട്ടിട്ടുണ്ട്, അവൾ ഇപ്പോഴും ഇപ്പോൾ സുഖമായി ജീവിക്കുന്നു, അവളെ റിലേറ്റീവ് ആണെന്ന്. അപ്പം അവളെ റിലേറ്റീവ്, അതായത് ഖദീജാന്റെ റിലേറ്റീവ് ആണ് എനിക്ക് ഈ കമന്റ് ഇട്ടിട്ടുള്ളത്. പൊതുവേ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ആരെ കുറിച്ചെങ്കിലും അധികം റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായി. ലൈലാത്തായാലും സാജിദായാലും മറ്റുള്ളവരായാലും ഒക്കെ ഏകദേശം സ്ത്രീകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ റിലേറ്റീവ് തന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് നേരിട്ടിട്ട്. ഒരു പക്ഷേങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ വർക്ക് അല്ലാത്തതുകൊണ്ടായിരിക്കും, വാട്സപ്പ് നമ്പറാണ് വർക്ക്. അപ്പൊ അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ എന്നോട് മെസ്സേജിന്റെ താഴെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോ പൊതുവെ നമ്മള് ഒരു വിവാഹം കഴിച്ച് അതിൽ നിന്ന് നമുക്കൊരു കുഞ്ഞുണ്ടായി, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് വേറൊരു ആളെ, അതായത് നമ്മൾ അതിന് മുമ്പ് സ്നേഹിച്ചവരാവട്ടെ പിന്നെ സ്നേഹിച്ചവരാവട്ടെ എങ്ങനെ ആവട്ടെ, ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ മക്കള്, അതായത് മക്കളായാലും മകളായാലും ഒന്നായാലും രണ്ടായാലും മക്കള് ഇവിടെ നിൽക്കെ നമ്മൾ അവിടെ പോയിട്ട് എത്ര സന്തോഷത്തോടെ ഏത് രീതിയിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എനിക്കറിയില്ല. താൽക്കാലികമുള്ള ഒരു, അതായത് ഒരു വാശിപ്പുറത്ത്, ഒരു ബാപ്പാനോടുള്ള ഒരു വാശിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം ആ തൽക്കാലം ഹാപ്പി ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വാശി ജയിക്കാനുള്ള ഒരു ജീവിതത്തിന്റെ ഒരു എന്താ പറയാ ഒരു അവസ്ഥ ആയിട്ട്, അല്ലെങ്കിൽ ജയിക്കണം എന്നുള്ള ഒരു ചിന്ത, വാപ്പാനെ ജയിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടോ അങ്ങനെ ഒരു വാശി സന്തോഷം അല്ല അഭിനയിക്കണാണോന്ന് അറിയില്ല. ഒരു പ്രസവിച്ച ഉമ്മാർക്കൊന്നും വലിയ ഒരു ഹാപ്പി ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബാപ്പാന്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിയാണ്, പ്രായപൂർത്തിയായ മക്കളെ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ അവരുടെ പെർമിഷൻ വാങ്ങിയിരിക്കണം. ഈ പെർമിഷൻ എന്ന് പറയുമ്പോൾ അവർ പൂർണ്ണ സമ്മതത്തോടെ, ഞാൻ പറഞ്ഞ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ പെർമിഷൻ വാങ്ങിയിട്ട് അവർ പൂർണ്ണ സമ്മതത്തോടെ വേണം നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ. പണ്ട് ഒക്കെ അങ്ങനെയൊക്കെ നടന്നിരുന്നു. എങ്ങനെ പെർമിഷനും മേടിക്കൂല, നിക്കാഹിന് പോലും സമ്മതം ചോദിക്കാതെ ചൂണ്ടിക്കാണിക്കുന്ന ആളെ മുന്നിൽ കല്യാണം കഴിച്ചിട്ട് ജീവിച്ചവരുണ്ട്. ഒന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. അവരൊക്കെ പിന്നെ മരണം വരെ ഒന്നിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ നല്ല കുട്ടികളൊക്കെ നോക്കി നല്ല കുടുംബിനിയായിട്ട് ജീവിച്ചവരുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നമ്മളെ ഉമ്മമാരും മറ്റുള്ളവരൊക്കെ അല്ലെ. പക്ഷെ ഇന്നത് നടക്കൂല. ഇപ്പത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ മക്കള് പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് തള്ളയും തന്തയും കണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് നിന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ പ്രശ്നങ്ങൾ വരും. ഇതിലിപ്പോ ഖദീജക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷന് ഉണ്ടായിട്ട് ഇരിക്കെ ആണ് ഈ നിർബന്ധിച്ചിട്ട് ഈ വിവാഹത്തിന് വന്നത്. പക്ഷെ ഈ വന്ന ഈ ജാഫർ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാൾ എന്ത് തെറ്റ് ചെയ്ത്? അതുപോലെ ഈ കുഞ്ഞുണ്ടല്ലോ, അതെന്ത് തെറ്റ് ചെയ്ത്? അപ്പോ നമ്മൾ ഒരാളെ സമാധാനത്തിന് സന്തോഷത്തിന് വേണ്ടിയിട്ട്
എത്ര രണ്ട് പേരുടെയും അതുപോലെ അവരുടെ വീടും പിന്നെ ഈ ഇവരുടെ വീടും അല്ലെ ഒക്കെ കുളം തോണ്ടി സമാധാനം അവിടെ നശിപ്പിച്ചു. ആർക്ക്? ഒരാൾക്ക് വേണ്ടിയിട്ട്. പോട്ടെ, ഞാൻ അതിനൊരു മറുപടി പറഞ്ഞേന്നുള്ളൂ, പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഞാൻ എടുത്തു വെച്ചിരുന്നു, റിലേറ്റീവ് ഇടാന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാനൊന്ന് പറഞ്ഞേന്നുള്ളൂ. അതായത് ആ കുട്ടീന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പെൺകുട്ടിയാണ് പ്രത്യേകിച്ച്. ഉമ്മ വളർത്തുന്ന ഒരു സുഖം മറ്റുള്ളവർ ആര് വളർത്തിയാലും ഉണ്ടാവൂല. അതുകൊണ്ട് തന്നെയാണ് പകുതി അല്ല മുക്കാൽ ഭാഗത്തോളം ഭർത്താക്കന്മാർ സഹിച്ചിട്ടും ഭാര്യമാരും ഇതുപോലെ സഹിച്ചിട്ടും കുട്ടികളെ മാതാപിതാക്കളെ തന്നെ അവരെ കൂടെ നിർത്തി വളർത്തണം എന്ന് വിചാരിച്ചിട്ട് പലതും സഹിച്ചും കണ്ടും കേട്ടും ഇല്ലാതെ മാറ്റി വെച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ജീവിതത്തിലും ഉണ്ടാവുന്ന കല്ലും മുള്ളൊക്കെ